നമസ്കാരം. അടുത്ത പ്രോബ്ലം സോൾവിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NCERT ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ പ്രോബ്ലംസ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഈ രണ്ട് ചാപ്റ്റേഴ്സിലെയും NCERT ടെക്സ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ തുടങ്ങുന്നത്. 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് മുൻ ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. At room temperature 27 degrees Celsius, the resistance of a heating element is 100 ohm. What is the temperature of the element if the resistance is found to be 117 ohm, given that temperature coefficient of the material of the resistor is 1.7 into 10 raised to minus 4 per degree Celsius? സൊല്യൂഷൻ നോക്കാം. മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു എങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യണം എന്നതൊക്കെ. തന്നിട്ടുള്ള കാര്യങ്ങൾ: T1 27 degree Celsius, then resistance R1 100 ohm, R2 117 ohm. കണ്ടുപിടിക്കേണ്ടത് T2 എന്ന ടെമ്പറേച്ചറാണ്. ആൽഫ തന്നിട്ടുണ്ട്. ദെൻ ആൽഫയ്ക്കുള്ള ഇക്വേഷൻ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു T2 മൈനസ് T1. So you can find out T2 minus T1, that is R2 minus R1 divided by R1 alpha. Substitute the values, you will get 1000 degrees Celsius. അത് T2 minus T1 ആണ്. So T2 equal to T1 plus 1000, that is 1027 degree Celsius. Question number 6. A negligibly small current is passed through a wire of length 15 meter and uniform cross section 6 into 10 raised to minus 7 meter square, and its resistance is measured to be 5 ohm. What is the resistivity of the material at the temperature of the experiment? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റിവിറ്റികളുടെ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടു. റോ ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. L, R, A എല്ലാം തന്നിട്ടുണ്ട്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 2 into 10 raised to minus 7 ohm meter. Now question number 7. A silver wire has a resistance of 2.1 ohm at 27.5 degrees Celsius and a resistance of 2.7 ohm at 100 degrees Celsius. Determine the temperature coefficient of resistivity of silver. മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. തന്നിട്ടുള്ള കാര്യങ്ങൾ R1, T1, R2, T2 എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. സോ ആൽഫയുടെ ഇക്വേഷൻ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു T2 മൈനസ് T1. സബ്സ്റ്റിറ്റ്യൂട്ട് 2.7 മൈനസ് 2.1 ബൈ 2.1 ഇൻറ്റു 100 മൈനസ് 27.5. സോ യുൽ ഗെറ്റ് 0.0039 per degree Celsius or degree Celsius raised to minus 1. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 8. A heating element using nichrome connected to a 230 volt supply draws an initial current of 3.2 ampere which settles after a few seconds to a steady value of 2.8 ampere. What is the steady temperature of the heating element if the room temperature is 27 degrees Celsius? Temperature coefficient of resistance of nichrome averaged over the temperature range involved is 1.7 into 10 raised to minus 4 per degree Celsius. ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡയറക്റ്റായിട്ട് നമുക്ക് ഫോർമുലയിൽ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. R2 മൈനസ് R1 ബൈ R1 ഇൻറ്റു T2 മൈനസ് T1 ആണ് ആൽഫയുടെ ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചർ T2 ആണ്. സോ T2 മൈനസ് T1 ഈക്വൽ ടു R2 മൈനസ് R1 ബൈ ആൽഫ R1. സോ R1 R2 തന്നിട്ടില്ല, ആൽഫ തന്നിട്ടുണ്ട്. പക്ഷേ R1ഉം R2ഉം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിലുണ്ട്. അതായത് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറൻറ്റ് I1 3.2 ആംപിയർ, I2 2.8 ആംപിയർ. അപ്പോൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് R1 230 by 3.2 V by I. Okay, that is 71.88. Then R2 again V by I. So 230 by 2.8, that is 82.14. Now substitute in the formula. T2 minus T1 equal to
82.14 minus 71.88 divided by alpha into R1. Substitute ചെയ്ത് കഴിഞ്ഞാൽ you will get 839.6 degrees Celsius. അത് T2 minus T1 ൻ്റെ വാല്യൂ ആണ്. Now what is T2? For that you just have to add അപ്പോൾ plus T1 27 degrees Celsius ചെയ്ത് കഴിഞ്ഞാൽ you will get 866.6 degree Celsius. അപ്പോൾ വോൾട്ടേജും കറണ്ടും തന്നിട്ടുള്ളതുകൊണ്ട് you can find out resistance. Then ആ resistance ഉപയോഗിച്ചിട്ട് you can calculate the temperature. Now question number 9. Determine the current in each branch of the network shown in figure. ഒരു വീസ്റ്റൺസ് ബ്രിഡ്ജ് ടൈപ്പ് നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിലെ ഓരോ ബ്രാഞ്ചിലുള്ള കറൻറ്റാണ് കണ്ടെത്തേണ്ടത്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പ്രോബ്ലമാണിത്. ഇതിൽ ഓരോ ലൂപ്പ് കൺസിഡർ ചെയ്യാം. അതിൽ യു ക്യാൻ അപ്ലൈ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ. സോ വിൽ കൺസിഡർ ലൂപ്പ് ABDA. ഓരോ ബ്രാഞ്ചിലുള്ള കറൻസ് ശ്രദ്ധിക്കുക. I1, ദെൻ I2, മെയിൻ കറൻറ്റ് I. ഓരോ ലൂപ്പിലും കിർച്ചോഫ്സ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പ് ABDA, then you will get 10I1 plus 5I2 minus 5 into I minus I1 equal to 0. അത് റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ you will get 3I1 plus I2 minus I equal to 0. Let it be equation number 1. Now consider another loop BCDB. രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാം. അവിടെയും നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ആണ്. സോ ഗെറ്റ് 5 ഇൻറ്റു I1 മൈനസ് I2 മൈനസ് 10 ഇൻറ്റു I മൈനസ് I1 പ്ലസ് I2 മൈനസ് 5I2 ഈക്വൽ ടു 0. ദെൻ സിംപ്ലിഫൈങ് ദാറ്റ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് 3I1 മൈനസ് 4I2 മൈനസ് 2I ഈക്വൽ ടു 0. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. നൗ തേർഡ് ലൂപ്പ് ADCA EMF അല്ലെങ്കിൽ സെൽ ഉൾപ്പെടുന്ന ലൂപ്പാണത്. അവിടെ യു ക്യാൻ അപ്ലൈ ദ റൂൾ. യു വിൽ ഗെറ്റ് 5 ഇൻറ്റു I മൈനസ് I1 പ്ലസ് 10 ഇൻറ്റു I മൈനസ് I1 പ്ലസ് I2 പ്ലസ് 10I ഈക്വൽ ടു ദ EMF 10 ആണ്. സോ ഈക്വൽ ടു 10. അവിടെ സിംപ്ലിഫൈങ് ദ ഇക്വേഷൻ യു വിൽ ഗെറ്റ് മൈനസ് 3I1 പ്ലസ് 2I2 plus 5I equal to 2. Let it be equation number 3. അപ്പോൾ 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ആഡിങ് ഇക്വേഷൻസ് 2 and 3 you will get minus 2I2 plus 3I equal to 2. That is equation number 4. അതുപോലെ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ 5I2 plus I equal to 0 or I equal to minus 5I2. That is equation number 5. Now you can substitute 5 in 4 and solve for I2. You will get I2 as minus 2 by 17 ampere. ഈ ഒരു വാല്യൂ മറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get I, that is 10 by 17 ampere. Then similarly you can find out I1, that is 4 by 17 ampere. ഇതുപോലെ ഓരോ ബ്രാഞ്ചിലെ കറൻറ്റും നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം യു ഹാവ് ടു അപ്ലൈ ദ സൈൻ കൺവെൻഷൻ പ്രോപ്പർലി. അതായത് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് യു ആർ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറൻറ്റ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. Now question number 10. In a meter bridge, the balance point is found to be at 39.5 cm from the end A when the resistor Y is of 12.5 ohm. Determine the resistance of X. Y are the connections between resistors in a Wheatstone's bridge or meter bridge made of thick copper strips. Then determine the balance point of the bridge above if X and Y are interchanged. Another part, what happens if the galvanometer and the cell are interchanged at the balance point of the bridge? Would the galvanometer show any current? Meter bridge ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ വന്നിട്ടുണ്ട്. നോക്കാം സൊല്യൂഷൻ. തന്നിട്ടുള്ള കാര്യങ്ങൾ L1 അതായത് ബാലൻസിങ് ലെങ്ത് 39.5 cm, ദെൻ Y 12.5 ohm Y ആയിട്ട് എടുക്കാതെ മറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X ആണ്. Then you have the formula X equal to RL by 100 minus L.
അവിടെ ആ ആറിന് പകരം നമ്മൾ വൈ എന്ന് വിചാരിക്കുക. സോ വൈക്കുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ തന്നിട്ടുണ്ട് 39.5 ആണ്. സോ യുൽ ഗെറ്റ് 8.16 ഓം. അതാണ് അൺനോൺ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. പിന്നെ അതിൽ ചോദിച്ചിട്ടുള്ളത് വൈ തിക്ക് കോപ്പർ സ്ട്രിപ്സ് ആർ യൂസ്ഡ്. Thick copper strips are used to minimize the resistance of the connection. ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിക്കായിട്ടുള്ള കോപ്പർ സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നത്. Another part of the question, if x and y are interchanged, what will be the new balancing length? X and y interchange ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് ലെങ്ത് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് തന്നിട്ടുള്ളത് 39.5 ആണ്. എപ്പോഴും എൻഡ് എയിൽ നിന്നാണ് നമ്മൾ ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുക. അപ്പോൾ എക്സ് കണക്ട് ചെയ്ത ഭാഗത്തു നിന്നാണ് എൻഡ് എ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് 39.5 ആയിരുന്നു ആദ്യം. ഇപ്പോൾ ആ ഗ്യാപ്പിൽ വൈ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ദ ബാലൻസിങ് ലെങ്ത് വിൽ ബി 60.5 സെൻറ്റിമീറ്റർ. അതായത് 100 മൈനസ് നേരത്തെ കിട്ടിയിട്ടുള്ള ബാലൻസിങ് ലെങ്ത്. ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദി ഫോർമുല എക്സ് ബൈ വൈ ഈക്വൽ ടു എൽ ബൈ 100 മൈനസ് എൽ. അതാണ് നമ്മുടെ യൂഷ്വൽ ഫോർമുല. അവിടെ എക്സിനും വൈക്കും പകരം വാല്യൂസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. നേരത്തെ എക്സ് 8.16ഉം വൈ 12.5 ആയിരുന്നു. ഇപ്പോൾ അത് നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർമുലയിൽ നിന്ന് ഡയറക്റ്റായിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ബാലൻസിങ് ലെങ്ത്. ദാറ്റ് ഇസ് 60.5 സെൻറ്റിമീറ്റർ. ഏറ്റവും സിമ്പിളായിട്ടുള്ള വേ ആണ് ആദ്യം പറഞ്ഞത്. അതായത് 100 മൈനസ് ആദ്യം തന്നിട്ടുള്ള കേസിലെ ബാലൻസിങ് ലെങ്ത്. ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ്. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് കൂടി നോക്കാം. ഇഫ് ഗാൽവനോമീറ്റർ ആൻഡ് സെൽ ആർ ഇൻ്റർചേഞ്ച് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ബാലൻസ് കണ്ടീഷൻ. അപ്പോൾ ഗാൽവനോമീറ്ററും സെല്ലും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാലൻസ് കണ്ടീഷനിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും. ആൻഡ് ദ ഗാൽവനോമീറ്റർ ഷോസ് നോ കറൻറ്റ്. ദർ ഇസ് നോ കറൻറ്റ് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ. മീൻസ് ബ്രിഡ്ജസ് അഗൈൻ ബാലൻസ്ഡ്. Now question number 11. A storage battery of EMF 8 volt and internal resistance 0.5 ohm is being charged by a 120 volt DC supply using a series resistor of 15.5 ohm. What is the terminal voltage of the battery during charging? What is the purpose of having series resistor in the charging circuit? ഇപ്പോൾ ഈ കേസിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ചാർജ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ബാറ്ററീസ് ചാർജിങ് അവിടെ യൂസ് ചെയ്യുന്നത് 120 വോൾട്ട് DC സപ്ലൈ ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് ടെർമിനൽ PD ആണ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല, അതായത് V = E - IR എന്നുള്ള ഫോർമുല അല്ല. ചാർജിങ്ങിൻ്റെ കേസിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = E + IR. ഓക്കെ, വൈൽ ദ സെൽ ഇസ് ചാർജ്ഡ്. ചാർജ് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ PD ഈസ് E + IR. അവിടെ E നമുക്ക് തന്നിട്ടുണ്ട്, സ്മോൾ r ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ I ആണ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. സോ I = E/R + R. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 7 ആംപിയർ. ദെൻ E + IR potential difference will get 11.5 volt. ഓക്കെ, ഇത് ചാർജിങ്ങിൻ്റെ കേസിലാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ചാർജിങ്ങിൻ്റെ കേസിൽ നമ്മൾ സാധാരണ V = E - IR എന്നുള്ള ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുക. ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട്, വൈ ദ സീരീസ് റെസിസ്റ്റർ ഇസ് യൂസ്ഡ് എന്നാണ്. സീരീസ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് ടു ലിമിറ്റ് ദ കറൻറ്റ് ഡ്രോൺ ഫ്രം ദി എക്സ്റ്റേണൽ സോഴ്സ്. ഈ സീരീസ് റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് കറണ്ട് ലിമിറ്റ് ആണ് ചെയ്യുന്നത്. സീരീസ് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ കറൻറ്റ് വിൽ ബി വെരി വെരി ഹൈ. Now question number 12. In a potentiometer arrangement, a cell of EMF 1.25 volt gives a balance point at 35 centimeter length of the wire. If the cell is replaced by another cell and balance point shift to 63 centimeter, what is the EMF of the second cell? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടു. E1/E2 = L1/L2. E2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ E1 × L2 / L1. അപ്ലൈ ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 2.25
volt. Question number 13. The number density of free electrons in a copper conductor is 8.5 into 10 raised to 28 per meter cube. How long does an electron take to drift from one end of a wire 3 meter long to its other end? The area of cross section of the wire is 2 into 10 raised to minus 6 meter square and it is carrying a current of 3 ampere. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടി ആണ്, ടൈം. വാട്ട് ഇസ് ദ ടൈം ടേക്കൺ? ദെൻ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. നമ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ലെങ്ത്ത്, കറൻറ്റ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ടിയുടെ ഫോർമുല ടി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി നമുക്കറിയാം, ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടില്ല, ആദ്യം അത് കണ്ടെത്തുക. സോ ഐ ഈക്വൽ ടു NEAVD. ഫ്രം ദാറ്റ് VD ഈക്വൽ ടു I by NEA. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VD ഈക്വൽ ടു 1.1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4. ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടൈം കണ്ടുപിടിക്കാൻ 3 by 1.1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4. D by V, ലെങ്ത്ത് തന്നിട്ടുണ്ടല്ലോ. സോ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി യു വിൽ ഗെറ്റ് 2.72 ഇൻറ്റു 10 റൈസ് ടു 4 സെക്കൻഡ്സ്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ, അതായത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ NCERT ടെക്സ്റ്റിൽ തന്ന മുഴുവൻ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.